Hi dears, welcome to 5K family. സാലി സാർ ആണ്. മക്കളെ നമ്മളെ +1 ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നതല്ല അല്ലേ? ഞാൻ ക്ലാസ് എടുക്കണമെന്നില്ല, പക്ഷേ +1 സയൻസ് എടുക്കുമ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കാം. നമ്മളെ ബാച്ചിലെ കുട്ടികൾ ഉണ്ടാകും, അല്ലാത്ത കുട്ടികളൊക്കെ കാണുന്നുണ്ടാകും. അപ്പോ നമ്മളിന്ന് പറയാൻ വേണ്ടി പോണത് സയൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും അതിന് പരിഹാരങ്ങൾ നമ്മൾ എന്തൊക്കെ തരുന്നുണ്ട്, അതിന് സൊല്യൂഷൻസ് നമ്മൾ തന്നെ തരുന്നുണ്ട്. അത് എന്തൊക്കെയെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോണത്. നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ 5K ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്, ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കംപ്ലീറ്റ് മനസ്സിലാക്കുക. അപ്പൊ അതോടുകൂടി നമ്മളെ മറ്റുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അതിനായിട്ട് മുന്നോട്ട് പോവാം. നോക്കിക്കോളൂ, നമ്മൾ ഈ ആഡുകൾ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ 10th കഴിഞ്ഞു അല്ലെ സർ? ഞങ്ങള് SSLC കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ടൈമാണ് അല്ലെ? SSLC എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോ ഇനി ഞങ്ങൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പൊ ഞാൻ പറയാണ്, സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച് സയൻസിന് കുറെ എന്താണ് ഫീച്ചേഴ്സ് കൂടുതലാണ്. അത് അങ്ങനെ തന്നെയാണ്, സത്യമാണ്, ഫീച്ചേഴ്സ് കൂടുതലാണ്. പക്ഷെ ആ ഫീച്ചേഴ്സ് കൂടുമ്പോഴനുസരിച്ച് എന്തുണ്ട്, റിസ്ക് ഉണ്ട്, കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടറുകൾ, അത് സിമ്പിൾ ആയിട്ട് നേരിട്ട് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അതൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടി പോണത്. ക്ലിയർ ആണല്ലോ? ഓക്കെയാണ് സർ, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ മക്കളെ, നമ്മള് ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഈ വർഷം പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ സയൻസ്, നിങ്ങൾക്കറിയാം സയൻസ് സബ്ജക്ട്. അപ്പൊ ഒരു സബ്ജക്ട് സയൻസ് കുറച്ച് പ്രയാസമായിരിക്കും. ഫിസിക്സ്, നിങ്ങളിപ്പോ 10ാം ക്ലാസ്സിൽ ഫിസിക്സ് കണ്ടതായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബയോളജി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മാത്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത്രയും സബ്ജക്റ്റ് ആണ് ശരിക്കും നമ്മുടെ സയൻസിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത്, നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. സയൻസ് ആകുമ്പോൾ നോക്കിക്കോളൂ, സയൻസ് ആകുമ്പോൾ നമുക്ക് പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് സർ, ഞങ്ങൾക്കറിയാം. ഒന്ന് ഫിസിക്സ് ആണ്, രണ്ടാമത്തേതാ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി ആണ്, പിന്നെ കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, മാത്സ്. ഇതെല്ലാവർക്കും ഉണ്ടാവും മാത്സ്. പിന്നെ ചില ആളുകള് ബയോളജി സയൻസ് ഉണ്ടാവും, ചില ആളുകൾ ഉണ്ടാവും കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും, CS ഉണ്ടാവും, ചില ഇലക്ട്രോണിക് സയൻസ് ഉണ്ടാവും, പലതും ഉണ്ടാകും. ഓക്കെ, ഇത് മാറും, ബയോളജി ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് സബ്ജക്ട്. അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് സർ? ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എന്തായാലും അറിയണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും മക്കളെ, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലേക്ക് ഈ സബ്ജക്റ്റ് ഒക്കെ പ്രയാസമായിരിക്കും. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിലെ ഫിസിക്സും 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയും 10ാം ക്ലാസ്സിലെ മാത്സോ 10ാം ക്ലാസ്സിലെ ബയോളജിയോ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, +1 സയൻസ് എടുക്കണ്ട. 10ാം ക്ലാസ് ഫിസിക്സിന്റെ ഡബിൾ ഇരട്ടി അല്ലെങ്കിൽ ട്രിപ്പിൾ ഇരട്ടി അല്ലെങ്കിൽ പിന്നെ 5 ഇരട്ടി ഇവിടെ പഠിക്കാണ്ട് +1 ഫിസിക്സിൽ പഠിക്കാനുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, പഠിക്കാനുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കാനുണ്ട്. അത് ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രിയും മാത്സും ബയോളജിയും എല്ലാം അങ്ങനെയാണ്. 5 ഇരട്ടിയോ 6 ഇരട്ടിയോ പഠിക്കാണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ഒരു ഉറുമ്പാണെന്നുണ്ടെങ്കിൽ +1 ഫിസിക്സ് ഒരു ആനയാണ്. അത് ഫിസിക്സ് മാത്രമല്ല, കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും മാത്സ് ആണെന്നുണ്ടെങ്കിലും ബയോളജി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ സർ, ഇത് ഭയങ്കര പ്രശ്നമാണോ, ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയൂലേ, ഞങ്ങളെ കൊണ്ട് കഴിയൂലെന്നില്ല ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ക്ലാസ് കംപ്ലീറ്റ് കേൾക്കുക. നിങ്ങൾക്ക് +1 A+ വാങ്ങിത്തരും, ഞാൻ A+ നിങ്ങൾക്ക് വാങ്ങിത്തരും എല്ലാ സബ്ജക്റ്റിലും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഒരു സബ്ജക്റ്റ് എങ്ങനെ പഠിക്കേണ്ടത് എന്നതിൽ ഫസ്റ്റ് മനസ്സിലാക്കണം. ഒരു സബ്ജക്റ്റ് എങ്ങനെ പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബേസിക് മനസ്സിലാക്കണം. അപ്പൊ സർ, എന്താണ് ഈ ബേസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സർ, നിങ്ങൾ ഈ ബേസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എടാ, ബേസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബേസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ, അതായത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 9th അതുപോലെ 10th പഠിച്ച കാര്യങ്ങൾ, 9th പഠിച്ച കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് നമ്മുടെ സൊല്യൂഷനാണ്, നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷനാണ്. 9th 10th നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും, ഒന്നും പഠിക്കാൻ നിങ്ങൾ സയൻസ് എടുക്കില്ല എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിലും 9th 10th പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇവിടേക്ക് വേണം, +1 വേണം, +2 വേണം. അതുകൊണ്ട് അത് ഞാൻ എന്ത് ചെയ്തിരും, കംപ്ലീറ്റ് എനിക്ക് പറഞ്ഞു. പക്ഷേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, 9th വലിയ ചാപ്റ്ററുകളാണ് +1. 9th എന്താണ് സർ? 9th ഒരു വലിയ ചാപ്റ്റർ ആണ് +1. എന്നാൽ 10th ഒരു വലിയ ചാപ്റ്റർ ആണ് +2. ഇങ്ങനെയാണ് ശരിക്കും. 9th ഇപ്പൊ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നില്ല, ലോസ് ഓഫ് മോഷൻ ഒക്കെ പഠിക്കുന്നില്ല, ന്യൂട്ടന്റെ അതൊക്കെ അതിന്റെ വലിയ ചാപ്റ്ററുകളാണ് +1 പഠിക്കാനുള്ളത്.
ഓക്കെ സർ മനസ്സിലായി. അപ്പൊ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു തരും, അത് നിങ്ങളെ പഠിപ്പിച്ച് സെറ്റ് ആക്കി തരും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ സർ മനസ്സിലായി. അപ്പോ ആ ഒരു ആശങ്കക്ക് മാറിയല്ലോ, മാറി. രണ്ടാമത്തെ കാര്യം ഇവിടെ നോക്കിക്കോളൂ. രണ്ടാമതൊരു കാര്യം കോൺസെപ്റ്റ് ആണ് സർ. എന്താണ് സർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺസെപ്റ്റ് എന്താണ്? ഒരു കാര്യത്തെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ എന്താണ് കോൺസെപ്റ്റ് എന്ത് ചെയ്യാം? സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് വേണം നോക്കുക എന്താണ് കോൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ തന്നെയാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി എപ്പോഴും നമ്മൾ സയൻസ് സബ്ജക്ട് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് മറന്നു പോകും. ബൈഹാർട്ട് ഒരിക്കലും ബൈഹാർട്ട് ഇട്ട് കാണാതെ പഠിക്കരുത്. അപ്പൊ സർ എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനാല്? എടാ ഇവിടെ ഒരു മരം ഉണ്ട് വിചാരിച്ചോളൂ. ഇതൊരു മരം, നമ്മൾ ഭൂമിയിൽ ഒരു മരം നിൽക്കുകയാണ്. എന്തുണ്ടെന്നോ, മരത്തിന് എന്തുണ്ട്? ഒരു ബ്രാഞ്ച് ഉണ്ട്, ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ശ്രദ്ധിക്കുക. ഈ എന്തുകൊണ്ടാണ് ഈ മരം ഇവിടെ നിൽക്കണം? എന്തുകൊണ്ടാണ്? ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ മരം നിൽക്കണം? എന്തുകൊണ്ടാണ്? സർ ഞങ്ങൾക്ക് അറിയാം, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക്, കുറച്ച് ഫാസ്റ്റ് ആക്കി പറയുന്നുണ്ടെങ്കിൽ അറിയുണ്ടാകും, അതിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരാളെ ഭൂമിയുടെ സെന്റർക്ക് അട്രാക്ട് ചെയ്യും. ഇവിടെ നിൽക്കുന്ന ഒരാളെ ഭൂമി ഇതിന്റെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യും. ഇവിടെ നിൽക്കുന്ന ഒരാളെ ഭൂമി ഈ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യും. ഇവിടെയാണ് ഒരാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭൂമി എന്ത് ചെയ്യും? ഈ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഭൂമി എല്ലാ ഭാഗത്തുനിന്നും അതിന്റെ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഓരോ ഒബ്ജക്റ്റിനെയും, ഒബ്ജക്റ്റ് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനും ഫിസിക്സിൽ ഒബ്ജക്റ്റ് എന്ന് പറയാം, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എർത്തിൽ എന്ത് ചെയ്യണം? മരം നിൽക്കുന്നത്. ആ ഭൂമി അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഗുരുത്വാകർഷണ ബലം. ഓക്കെ സർ എനിക്ക് മനസ്സിലായി, എനിക്ക് അറിയാം, അതെനിക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ മരം നിൽക്കണ്ടല്ലോ, പക്ഷെ ഈ കൊമ്പ് ഇങ്ങനെ നിൽക്കണടാ, കൊമ്പ് ഇങ്ങനെ നിൽക്കണത്, ഇത് മരം, എന്റെ കയ്യും മരമാണ് വിചാരിച്ചു, ഇത് കൊമ്പ് ഇങ്ങനെ ഈ കൊമ്പിനെ പിടിച്ചു വലിക്കണ്ടല്ലോ ഭൂമി. ശരിക്കും കൊമ്പ് പൊട്ടി കൊയിഞ്ഞാടുണ്ടേ, പക്ഷെ കൊമ്പ് പൊട്ടി കൊയിഞ്ഞാടുന്നുണ്ടോ? ഇല്ല. അതായത് ഇത് കൊമ്പാണെന്നുണ്ടെങ്കിൽ കൊമ്പിനെ പിടിച്ചു വലിച്ചിട്ടും കൊമ്പില്ലേ ശരിക്കും ഈ കൊമ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രാഞ്ചിനെ എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് പിടിച്ചു വലിക്കുന്നില്ലേ? മരത്തിന് താഴേക്ക് പിടിച്ചു വലിക്കുന്നു, മരം അവിടെ നിൽക്കുന്നു. പക്ഷെ അതേപോലെ കൊമ്പിനെ പിടിച്ചു വലിക്കുകയാണെങ്കിൽ കൊമ്പ് പൊട്ടിക്കൊഞ്ഞാണ്ടോ? പക്ഷെ പൊട്ടിക്കൊഞ്ഞാണ്ടോ? ഇല്ല. പിടിച്ചു വലിച്ചിട്ടും അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഊർജ്ജം ഉണ്ടല്ലോ, ആ നിൽക്കാനുള്ള ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം. ക്ലിയർ ആണോ? ഓക്കെ സർ മനസ്സിലാകുന്നുണ്ട്, സെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു നോക്കാം. ഒരു കാറ്റ് വീശി എന്ത് ചെയ്തു? ഈ കൊമ്പ് പൊട്ടി കൊയിഞ്ഞാട് താഴേക്ക് വീണു. അങ്ങനെ താഴേക്ക് പോകുമ്പോ ഇതിങ്ങനെ മൂവ് ചെയ്യൂലേ, ചലിക്കൂലേ? ഈ ചലിക്കുന്ന ഊർജമാണ്, മൂവ് ചെയ്യുന്ന ഊർജമാണ് എന്ത്? കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗതികോർജം. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം. അപ്പൊ സർ അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞേരി. ഡാമിൽ വെള്ളം നിൽക്കുമ്പോ, ഡാമിൽ ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ ഷട്ടർ ഇട്ട് വെള്ളം നിർത്തുകയാണ്. അപ്പൊ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് പോരുന്നുണ്ടോ? ഇല്ല. പിടിച്ചു നിൽക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അവന് പോരാ താല്പര്യമുണ്ട് വെള്ളത്തിന്, ഷട്ടർമാനെ പിടിച്ചു നിൽക്കല്ലേ, ആ ഊർജ്ജമാണെന്ത്? പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഡാമിന്റെ ഷട്ടർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, വെള്ളം ചെയ്യും? ഒഴുകി വരും ഇല്ലേ? ആ ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ എനർജിയാണ്, ചലിക്കുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി. അപ്പൊ ഒരു ഇറക്കത്തിൽ കാർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താണ്? പിടിച്ചു നിൽക്കുകയാണ് ബ്രേക്ക് പിടിച്ചിട്ട്, പൊട്ടൻഷ്യൽ എനർജി. ബ്രേക്ക് വിട്ടാലോ ചലിക്കും, മൂവ് ചെയ്യുന്ന എനർജിയാണ് എന്ത്? നമ്മളെ കൈനറ്റിക് എനർജി. പിടിച്ചു നിൽക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, ഒഴുകുകയാണെങ്കിൽ മോഷനിലാണെങ്കിൽ എന്താണ്? അത് കൈനറ്റിക് എനർജി. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ, സെറ്റ് ആണല്ലോ? ഓക്കെ സർ ക്ലിയർ ആണെങ്കിൽ മനസ്സിലായി. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ എന്താണ് പൊട്ടൻഷ്യൽ എനർജി? അപ്പൊ ഒരു വസ്തു ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇങ്ങനെ പിടിച്ചു വലിച്ചു, അപ്പൊ എന്താണ്? സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജി. അത് വിട്ടാൻ ചെയ്യും? അത് ചലിക്കും, മൂവ് ചെയ്യും. അതാണ് എന്ത്? ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. ഇതാണ് കോൺസെപ്റ്റ് ലേണിംഗ്. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ സർ മനസ്സിലായി, ഓക്കെയാണ്, ക്ലിയർ ആണ്. അടുത്തൊരു കാര്യമാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഏത് ഭാഗം പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യില്ല? ഒരിക്കലും എക്സാമിന് മാർക്ക് കിട്ടില്ല. കാരണം എക്സാമിന് എന്ത് വരിക? സർ എക്സാമിൻസിന് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ പരിചയപ്പെടും. ഓരോ ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും ആ ഭാഗത്ത് എക്സാമിന് ക്വസ്റ്റ്യൻ വരെ നമ്മൾ കറക്റ്റ് പഠിക്കും. ഓക്കെ അല്ലേ? പിന്നെ അത് മാത്രമല്ല PYQ. എന്താ PYQ പറഞ്ഞാൽ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മുന്നേ കാലങ്ങളിൽ ചോദിച്ച, ഇപ്പൊ 2015 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞുതരും. അത് പോരെ, 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പോരെ സർ? അപ്പോഴേക്ക് സിലബസ് ആണ് ഞാൻ പഠിച്ചെന്ന ഈ സിലബസ് ആണ്. ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. ചില ചാപ്റ്ററുകൾ കൂട്ടും, ചില ചാപ്റ്ററുകൾ കുറക്കും, ഇങ്ങനത്തെ മാറ്റങ്ങളേ ഉള്ളൂ, അല്ലാത്ത വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ? നല്ല ചൂടുണ്ട് ഇവിടെ, കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ.
ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? സെറ്റാണോ? ഓക്കെ ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്, സെറ്റാണ്, മനസ്സിലായിട്ടുണ്ട്. അപ്പോ നമ്മൾ PYക്കും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ സെറ്റാവും, എല്ലാം സെറ്റാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, +1 A+ കിട്ടും. ഈ രീതിയിലാണ് പഠിപ്പിക്കും. ഈ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ എത്ര ആയാലും നിൽക്കൂല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ട്രിക്ക് വേണ്ടി വരും. ഏത് ചെറുതാ ട്രിക്ക് പറഞ്ഞാല് ഞാൻ പീരിയോഡ് ടേബിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ എലമെന്റ്സ് പഠിക്കണം. അപ്പൊ ഞാൻ പീരിയോഡ് ടേബിൾ ഒരു എലമെന്റ്സ് പറഞ്ഞുതരാം. ഒരു ട്രിക്ക് ആട്ടോ. ഹായ്, ഒരു അമ്മ എന്ത് ചെയ്യാണ്, കുട്ടിക്ക് ചാറ്റ് ചെയ്യാണ് വാട്സപ്പില്. ഹായ്. അപ്പൊ കുട്ടിയൊന്നും പറഞ്ഞില്ല. അമ്മ ടൂറ് പോയതാണ്. നമുക്ക് 3 കുട്ടികളുണ്ട്. അമ്മ ടൂറ് പോയി വാട്സപ്പിൽ വലിയ കുട്ടിക്ക് ചാറ്റ് ചെയ്യാണ് ഹായ്. അപ്പൊ കുട്ടിയൊന്നും പറഞ്ഞില്ല. അപ്പൊ കാണുന്നത് പിന്നീട് ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കുട്ടിന്റെ പേരെന്താണ്, ഹായ് ഹലോ ലിബി. ഹായ് ഹലോ ലിബി. ലിബിനോട് ചോദിക്കാണ് ബിസി, ഈ ബിസി ആണോ? അപ്പൊ ലിബി പറഞ്ഞു നോ അമ്മേ, ഞാൻ ബിസി അല്ല. അങ്ങനെയാണെങ്കിൽ ഫുഡ് നീ. ഇത് കോഡാണ്, ട്രിക്ക്. ചില കാര്യങ്ങൾ എത്ര പഠിച്ചാലും നമുക്ക് ട്രിക്ക് വേണ്ടി വരും. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ആർഗൺ, അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ 118 എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷം അടുത്ത 2 വർഷങ്ങളായിട്ട് എന്ത് ചെയ്യും, കാണാണ്ട് പഠിക്കൂല, മനസ്സിലാക്കി പഠിക്കാണ്, ട്രിക്ക് വെച്ച് പഠിക്കാൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? സെറ്റാണോ? മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ സർ, എനിക്ക് ഓക്കെ ആണ്, ക്ലിയർ ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ വർഷം കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ സർ, മനസ്സിലായി. ഇത്രയും ഘട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വർഷം നിങ്ങളെ ഞാൻ സയൻസ് സബ്ജക്ട് പഠിപ്പിക്കുക. ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് A+ അല്ലാതെ വേറെ ഒന്നും കിട്ടൂല. ഓക്കെ ആണോ? ഓക്കെ സർ, സെറ്റ്. പിന്നെ എക്സാം അടിച്ച് എന്ത് ചെയ്യും, നമുക്ക് ഇംഗ്ലീഷിന്റെയും ഫസ്റ്റ് ലാംഗ്വേജിന്റെ ഒക്കെ എന്ത് ചെയ്യും, ക്ലാസ്സുകളിലേക്ക് എക്സ്ട്രാ തരും ചെയ്യും കേട്ടോ. ഓക്കെ. ഇനി ഇങ്ങോട്ട് കാര്യമായിട്ട് പറയാനുള്ളത്, ഈ 9ാം ക്ലാസ്സിൽ പഠിച്ചതും 10ാം ക്ലാസ് പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. 9th പഠിച്ചതും അതേപോലെ 10th പഠിച്ചതും കാര്യമായിട്ട് എന്തുണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. 9ാം ക്ലാസ്സിന്റെയും 10ാം ക്ലാസ്സിന്റെയും ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് +1 ചാപ്റ്ററുകൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് തുടങ്ങുകയാണ് 21ാം തീയതി, അടുത്ത തിങ്കളാഴ്ച നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് നമ്മൾ എന്താണ് പറയുന്നത്, ഫിസിക്സിനെ കുറിച്ചാണ് പറയുക. ഫിസിക്സിലെ ചാപ്റ്ററുകൾ, 9th ചാപ്റ്ററുകളും 10th ചാപ്റ്ററുകളും +1 വേണ്ട ചാപ്റ്ററുകളെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ +1 9th പഠിച്ചിട്ടുണ്ട്, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്, അളവുകളും യൂണിറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. +8th അത് നമുക്ക് വേണം, +1 വേണം, +2 വേണം. അപ്പൊ അങ്ങനത്തെ ഒരു ചാപ്റ്ററുകളുണ്ട്. ഇപ്പൊ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാണ്ട് അത് പഠിപ്പിച്ചു തരും. പിന്നെ അതുപോലെ കെമിസ്ട്രി, 28ാം തീയതി കെമിസ്ട്രിയാണ് ബേസിക് ക്ലാസ് പഠിപ്പിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 29ാം തീയതി പിന്നെ വീണ്ടും മാത്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ബയോളജി, പിന്നെ നമ്മൾ മാത്സ് റിപ്പീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും 2ാം തീയതി എന്താണ്, ഫിസിക്സ്. ഇങ്ങനെയാണ് ഒരു ആഴ്ചയിലെ ഷെഡ്യൂൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാണ് ബേസിക് ക്ലാസിന്റെ ഷെഡ്യൂൾ. അത് ബേസിക് ക്ലാസിന്റെ ഷെഡ്യൂൾ കഴിഞ്ഞാൽ നേരെ ക്ലാസ് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണോ? സെറ്റ് ആണോ? അപ്പൊ സർ, ഈ ബേസിക് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബേസിക് എടുത്തരും. ഓരോ ചാപ്റ്റർക്കും വേണ്ടിയ ബേസിക് എന്ത് ചെയ്യും, അതാത് നേരത്തെ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് എടുത്തരും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ സർ, മനസ്സിലായി. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ വർഷം എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഫീസ് എത്ര വരുന്നത്, ഫസ്റ്റ് ഫീസ് തന്നെ പറയാം, 3,500 ഒരു വർഷത്തിന് ഫീസ് വരുന്നുള്ളൂ. 3,500 ആണ് ഒരു വർഷത്തെ ഫീസ് വരുന്നുള്ളൂ. ഈ ഫീസ് കൂട്ടും. അതിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കി. ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, നോട്ട് കിട്ടും, PYQ ഉണ്ട്, ചാപ്റ്റർ വൈസ് മോഡൽ എക്സാം, മോഡൽ ക്വസ്റ്റ്യൻസ് തരും, മോഡൽ എക്സാം നടത്തും, പാരന്റ്സ് മീറ്റിംഗ് നടത്തും. നിങ്ങൾക്ക് മെന്റർ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഇല്ലെങ്കിൽ മെന്ററോട് ചോദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെന്റർ ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോഴുണ്ടെങ്കിലും എന്ത് പറ്റും, എന്നോടുമായിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് എന്നോട് കോൺടാക്ട് ചെയ്യുക. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എന്നോട് ചോദിക്കാൻ വേണ്ടി പറ്റും, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളെ ആപ്പ് എക്സ്ട്രാ തരുന്നതാണ്, ആപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ആപ്പിൽ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആപ്പിൽ എന്ത് ചെയ്യും, വരും. അപ്പം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടിയതിൻ്റെ പ്രശ്നമില്ല, ആ ആപ്പിൽ ഓൾറെഡി റെക്കോർഡായിട്ട് മാറും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് തരും. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, എക്സാം ആയി കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ്സുകളും, പിന്നെ 1 ഷോട്ട് ക്ലാസ്സുകളും, ഓരോ ടോപ്പിക് അങ്ങനെ കാണാനുള്ള ആപ്പിലുണ്ടാകും. അതിലൊരു ചാപ്റ്ററിന്റെ മൊത്തം 1 ഷോട്ട് ആണെങ്കിൽ, ഒറ്റയടിക്ക് ആണെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ എന്തുണ്ടാവും, ആപ്പിലുണ്ടാകും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇങ്ങനെ എല്ലാം തരുന്ന ഇത്രയും ഫീസിൽ ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ എക്സാം, സീസ് ടെസ്റ്റ്, പാരന്റ്സ് മീറ്റിംഗ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യും. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങൾ എന്താണ് നിങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, ഓക്കെ ആണോ, ഓരോ മാസം നീയും രക്ഷിതാക്കളെ നീ ബോധിപ്പിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് മാറ്റം വരുത്തണമെന്നും പറഞ്ഞുതരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ വർഷം പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ താല്പര്യമൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ബേസിക് ക്ലാസ്സിലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.